ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ലക്ഷറിയായ ഒരു ജാപ്പനീസ് സ്റ്റൈലുള്ള ഒരു ക്യാപ്സുൽ ഹോട്ടലിന്റെ വിശേഷങ്ങളാണ്. റൈഡേഴ്സിനെയും സോളോ ട്രാവൽസിനെയും സ്റ്റേ ചെയ്യാനുള്ള ഒരു അടിപൊളി സ്ഥലം. ഇനി ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു സർവ്സ് വ്ലോഗ്സ്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം കിള്ളിപ്പാലം ജംഗ്ഷനിലെ ഗ്രാൻഡ് ഷെഫ് റെസ്റ്റോറൻറ്റ് മുമ്പിലാണ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഒരു ക്യാപ്സുൽ ഹോട്ടലാണ്. അതെ, കേരളത്തിൽ തന്നെ ആദ്യത്തെ ക്യാപ്സുൽ ഹോട്ടൽ, ട്രിവാൻഡ്രത്തെ ട്രൈപോഡ്സ് ക്യാപ്സുൽ ഹോട്ടൽ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലമുള്ളത്. അകത്ത് കയറി അവിടുന്ന് ആദ്യം നമ്മൾ കാണുന്നത് വിശാലമായ ഒരു വെയിറ്റിംഗ് ഏരിയയാണ്. ആ സൈഡിൽ ലോക്കേഴ്സ് കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ഷൂസും സാൻഡിൽസും എല്ലാം സൂക്ഷിക്കേണ്ടത്. വെയിറ്റിംഗ് ഏരിയയും കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് റിസപ്ഷൻ ഏരിയയാണ്. ഈ ക്യാപ്സുൽ റൂംസ് നിങ്ങൾക്ക് എങ്ങനെ ബുക്ക് ചെയ്യാം, ഇത് എത്രയാണ് ഇവിടെ ചാർജസ്, ഇതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. റിസപ്ഷൻ ഏരിയയും കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ലോഞ്ച് കാണാം. ഇവിടെ കുറേ ബുക്സൊക്കെ ഉണ്ട്. നമുക്ക് വായനാശീലമുള്ളവർക്ക് ഇവിടെ ഇരുന്ന് ബുക്സ് വായിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. ഇനി കാര്യത്തിലോട്ട് കിടക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ക്യാപ്സുൽ റൂംസ്. ഓരോരോ ബോക്സും ഓരോരോ റൂംസാണ്. ഇതിനാണ് ക്യാപ്സുൽ റൂംസ് എന്ന് പറയാം. ഓരോരോ റൂംസിലും മീൻസ് ഓരോരോ ബോക്സിലും നമുക്ക് ഒരാൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ടോട്ടൽ 20 ക്യാപ്സുൽ റൂംസ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്, സെൻട്രലൈസ്ഡ് AC ആണ്. പിന്നെ ഓരോരോ ക്യാപ്സുലിനകത്തും AC ആണ്. അത് ഞാൻ ക്യാപ്സുലിനകത്ത് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ സ്റ്റേ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ജാപ്പനീസുകാരാണ്. ജപ്പാനിൽ 1979 ഒസാക്കയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കിഷോ കുറോക്കവ എന്ന ജാപ്പനീസ് ആർക്കിടെക്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇൻവെന്റ് ചെയ്തത്. ക്യാപ്സുൽ ഹോട്ടൽ ഇന്ത്യയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുംബൈയിലാണ്. ഇവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാവർക്കും സെപ്പറേറ്റ് ലോക്കേഴ്സ് ഉണ്ട്. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെക്കാം. ലേഡീസിന് സെപ്പറേറ്റ് പോട്ട്സ് ഉണ്ട്, കണ്ടില്ലേ, പ്രൈവറ്റ് പോട്ട്സ്. ഇതിൻ്റെ അകത്ത് ടോട്ടൽ 4 ക്യാപ്സൂൾസ് ആണ് ഉള്ളത്. 1, 2, 3, 4. പിന്നെ അപ്പുറത്ത് 4 ലോക്കേഴ്സും ഉണ്ട്. അതേപോലെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വാഷ്റൂമും ഉണ്ട്. നമുക്കിന്ന് ക്യാപ്സുൽ റൂമിൻ്റെ അകത്ത് കയറി നോക്കാം. ഈ കീ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ റൂമിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. നോർമലി ഹോട്ടൽ റൂംസിലേക്ക് യൂസ് ചെയ്യണില്ല, അതുപോലത്തെ കീ കാർഡാണ്. ഇതാണ് എൻ്റെ ക്യാപ്സുൽ റൂം 06. ഇവിടെ ഈ കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആവും. ഇനി അകത്ത് കയറി ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഡോർ ക്ലോസ് ചെയ്യാൻ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക് ഡോർ ക്ലോസ് ആവും. പക്ഷെ ഞാൻ ഈ കാർഡ് അതിൽ ഇൻസേർട്ട് ചെയ്യണം. ആദ്യം ഇൻസേർട്ട് ചെയ്താലേ ഈ ക്യാപ്സുൽ റൂം ആക്ടിവേറ്റ് ആവും. കണ്ടില്ല, ഒരു ബ്ലിങ്ക് ആയി കണ്ടില്ല, ലൈറ്റ്സ് ആക്ടിവേറ്റ് ആയി നടത്താം. കണ്ട, ഇതിപ്പോൾ ഓൺ ചെയ്തത് ഞാൻ മിറർ ലൈറ്റാണ്. ഇനി ഇതിനകത്തുള്ള ഫെസിലിറ്റീസ് ഞാൻ കാണിച്ചു തരാം. ആ സൈഡിലാണല്ലോ ഹുക്ക്, അതിൽ ഡ്രസ്സ് തൂക്കിയിടാം. പിന്നെ താഴെ ഇവിടെ മെയിനായിട്ട് ഇതിൻ്റെ അകത്തിരുന്ന് സ്മോക്ക് ചെയ്യാൻ പാടില്ല. കണ്ടില്ല, നോ സ്മോക്കിംഗ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു USB ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ നിന്ന് കണ്ടില്ലേ, സീലിംഗ് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനും പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ്. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ഒരു ബ്ലൂ ലൈറ്റ്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് ഒരു സ്ലീപ്പ് മോഡ് ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്തുള്ള AC കൂട്ടാനും കുറയ്ക്കാനും, അതിൻ്റെ മുകളിൽ അലാറം സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, എമർജൻസി ബട്ടണാണിത്. അതിൻ്റെ താഴെ തന്നെ ഡോർ ലോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടണ്. ഇത് കണ്ടില്ലേ, നേരത്തെ ഞാൻ ഓൺ ചെയ്ത പോലെ മിറർ ലൈറ്റ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്താണ്. ഈ മിറർ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനാണ്. പിന്നെ ഇവിടെയും ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതിൻ്റെ താഴെ നിന്ന് ഒരു USB ചാർജിങ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 3 പിൻ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. നമുക്ക് മൊബൈലോ ലാപ്ടോപ്പോ ചാർജ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ AC വെന്റിലേറ്റർ ഉണ്ട്. ഇവിടെയുണ്ട് 2 AC വെന്റിലേറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു TV ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഒരു ലോക്കർ ഉണ്ട്. നമ്മുടെ ആവശ്യ സാധനങ്ങൾ എന്തെങ്കിലും അതിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസയോ ഇല്ലേ നമ്മുടെ വാലറ്റ് എന്തെങ്കിലും അതിൽ സൂക്ഷിക്കാം. ഇത് ഡോർ ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാനുള്ള ബട്ടണാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി ഡോർ ഓപ്പൺ ആയി. അതേ ബട്ടൺ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. കണ്ടില്ലേ, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് തലയിൽ മുകളിൽ നിന്ന് 2 റീഡിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോളിങ് പോയിൻ്റ് തൊട്ടടുത്ത് നിന്നുണ്ട്.
ഓരോ ലൈറ്റിനും ഓരോ കൺട്രോൾ പോയിൻ്റാണ് ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ റീഡിംഗ് ലൈറ്റ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും. ഈ സൈഡിൽ കാണുന്നത് കണ്ടോ, ഇതൊരു ടേബിളാണ്, ചെറിയൊരു ടേബിൾ. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇത് ഓപ്പൺ ചെയ്ത് നമ്മുടെ മടിയിൽ വെച്ച് അതിൻ്റെ മുകളിൽ ലാപ്ടോപ്പൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തിരുന്ന് നോക്കുമ്പോഴല്ലോ വേറൊരു ലോകത്തിൽ വന്ന പോലെയാണ്. നമ്മൾ ഈ ഹോളിവുഡ് ഫിലിംസിൽ സയൻസ് ഫിക്ഷൻ ഫിലിംസൊക്കെ ഇല്ലേ, നമ്മൾ ക്രിസ്റ്റോഫർ നോളൻ്റെയും നമ്മൾ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെയും ഒരു സ്പേസ് ഷിപ്പ് കാണിക്കില്ല, അതിൻ്റെ അകത്ത് കാണിക്കില്ല, അതുപോലത്തെ ഒരു സെറ്റപ്പ്. നമ്മുടെ ബൈക്ക് റൈഡേഴ്സും സോളോ ട്രാവലേഴ്സൊക്കെ ഇല്ലേ, അവർക്ക് ഈ ക്യാപ്സൂൾ സ്റ്റേ ഇതുപോലത്തെ സ്റ്റേ ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഇതിനാണ് എല്ലാവരും പറയുന്നത് ജാപ്പനീസുകാർ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിലാണ് ജീവിക്കുന്നതെന്ന്. ഇതൊരു ചെറിയൊരു ഉദാഹരണം മാത്രം. ഈ ക്യാപ്സൂൾ സ്റ്റേ അവർ കണ്ടുപിടിച്ച് 1979 ഇത് വേറെ എല്ലാവിടെയും വന്ന് ഇന്ത്യയിലേക്ക് വരാൻ ഇത് 35-40 കൊല്ലം എടുത്തു. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. കയറി വരുമ്പോൾ എന്ന് ലോഞ്ചിന് തൊട്ടടുത്തത് കണ്ടില്ലേ, അവിടെയാണ് കോമൺ ടോയ്ലറ്റ് ഉള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ടോ, മൊത്തം 6 ഉണ്ട്. ഇതാ കണ്ടില്ലേ, പറയാതിരിക്കുമ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം 3 ഷവർ റൂമും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ ഡ്രസ് ചെയ്യാനുള്ള 3 ചേഞ്ചിങ് റൂമും ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അവേഴ്സ് ബേസ്ഡാണ് ഇവരുടെ ചാർജസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് റേറ്റ് 3 അവേഴ്സിന് 499, 6 അവേഴ്സിന് 699, 9 അവേഴ്സിന് 799, 12 അവേഴ്സിന് 999, 24 അവേഴ്സിന് 1199 ആണ്. നിങ്ങൾക്കും ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.